നേരിമംഗലം. കാറുകാരന് മൂന്നാറിനുള്ളതാണെന്ന് തോന്നുന്നു. അതെ, കോട്ടയം ടാക്സി. സ്ഫടികം. എനിക്ക് മല നോക്കിയാൽ നല്ല രസമുണ്ട്. ഇങ്ങോട്ടോ പാറയുടെ മുകളിൽ മരം ഉണ്ടായിരിക്കുന്നത്. ഇത് ചീയമ്പപ്പാറ വാട്ടർഫാൾ 11 കിലോമീറ്റർ. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ അത്. ഇന്ന് നമുക്ക് ഇവിടെ ഇറങ്ങണേ. ഈ ടാക്സി ചേട്ടൻ നമ്മുടെ മുന്നിൽ കിടന്ന് നിൽക്കാൻ എത്ര നേരമായില്ലേ? പുള്ളി അങ്ങോട്ടുള്ളതായിരിക്കും, മൂന്നാറുള്ളതായിരിക്കും പുള്ളി. ശരിക്കും 2 സൈഡ് ഫുള്ള് കാടാല്ലേ? ആ, സിംഹമൊക്കെ കാണുമോ? സിംഹം കാണത്തില്ല. ആന കാണും, ആന. മറ്റേ പടയപ്പ കാണും, പടയപ്പ. ഇന്ന് പടയപ്പ കാണാൻ പറ്റുമോ നമുക്ക് പോകുന്ന വഴിക്ക്? പടയപ്പ ഇവിടെയാണോ? മൂന്നാറല്ല പടയപ്പ. എനിക്കറിയില്ല. പടയപ്പ ഇപ്പൊ ഭയങ്കര ഭീകരനാന്നല്ലേ പറഞ്ഞേ? ഭയങ്കര ഭീകരൻ. ഇവിടെ തണുപ്പില്ല, പക്ഷെ നമ്മുടെ അവിടത്തെ വെച്ച് നോക്കുമ്പോ ബെറ്റർ ആണ്. ഇലകൾക്കൊക്കെ വേറൊരു കളർ. എനിക്കൊന്ന് പുതിയ ഇല ഉണ്ടായി വന്നേക്കുന്നതാണോ, തളർത്ത് വന്നേക്കുന്നതാണോ? ആ അതെ, ശരിയാണോ. നല്ല പച്ചപ്പല്ലേ? പച്ചപ്പച്ച, വെള്ളം തത്തപ്പച്ച. അല്ല, ഒരു ഈ വീഡിയോയിൽ കാണുമ്പോ ഒരു മഞ്ഞ കളറൊക്കെ കൂടിയൊരു. അയ്യോ, നല്ല രസം. ചീവീന്റെ സൗണ്ട് കേട്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? വീഡിയോ കാണാൻ പറ്റുന്ന അറിയുന്നില്ല, കേൾക്കാൻ പറ്റുന്ന അറിയുന്നില്ല. വേറൊരു ഇയോൺ ചേട്ടൻ പോകുന്നു. എന്താ അത് ഈ മാലയും കാര്യങ്ങളും ഒക്കെ. 2.5 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാല് വെള്ളച്ചാട്ടം. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കാണാൻ പറ്റിയില്ല. കാണായിരുന്നു, പക്ഷെ നമ്മൾ ഇങ്ങോട്ട് വെള്ളം ഉണ്ടാവോ നോക്കാം. കഴിഞ്ഞ വർഷം തിരിച്ചു വന്നപ്പോഴും ഒത്തിരി ലേറ്റ് ആയിട്ട് വന്നാണ് കാണാൻ പറ്റിയില്ല. നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന ആ ടാക്സി ചേട്ടനൊക്കെ പോയെന്ന്. സത്യമായിട്ടും ഇവിടെ ചൂടുണ്ടല്ലേ? ഇല്ല. എന്തിനാ? അയ്യോ ശൂന്യം. ശരിക്കും നമ്മൾ വന്നപ്പോൾ മഴയായിരുന്നു, അതാ നമ്മൾ വറ്റി വരണ്ട് കിടക്കുന്ന വെള്ളച്ചാട്ടം. ഒന്നുമില്ല, പേരിന് ഇച്ചിരി വെള്ളമുണ്ട്. ഇങ്ങോട്ടൊന്നും മഴ പെയ്തില്ലെന്ന് തോന്നുന്നില്ലേ? മൊത്തം പ്ലാസ്റ്റിക് കുപ്പികൾ. അതുണ്ടോ എന്തോരാ നോക്കി കിടക്കുന്നു വേസ്റ്റുകൾ. കുടിച്ചതും കഴിച്ചതും എല്ലാം ഉണ്ട്. സത്യം. ഇതുണ്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്കി ഭാഗങ്ങളാണ്. അടിയിൽ ഇവിടെ കുറച്ച് വെള്ളം കിടപ്പുണ്ട്, ഇവിടെ ഈ ഭാഗത്ത്. അല്ലാതെ നോ വെള്ളമില്ല. ഫുള്ള് കാടാ. രസമുണ്ടോ കേട്ടോ കാണാൻ. പോകുന്ന വഴിക്ക് അടുത്തതായിട്ട് കണ്ട വെള്ളച്ചാട്ടമാണ്, വളരെ വെള്ളച്ചാട്ടം. ഇവിടെ പിന്നെയും വെള്ളമുണ്ട്, എന്നാലും കുറവാ. അതിനകത്തായിരുന്നു കൂടുതൽ, ഭയങ്കര കുത്തി ഒലിച്ചായിരുന്നു വെള്ളം. ഇതിനകത്ത് അത്ര ഇല്ലായിരുന്നു. ഇതിനകത്ത് പിന്നെയും അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം വെള്ളമുണ്ട്. ഇത് നിറഞ്ഞൊഴുകാണെങ്കിൽ രസമായിരിക്കും അല്ലേ?
അവിടെ പോയി നിൽക്കാൻ നല്ല തണുപ്പായിരിക്കും അല്ലേ? താഴെ പോയി നിൽക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും. എന്നാലും ഇവിടെ നിൽക്കുമ്പോൾ തണുത്ത കാറ്റുണ്ട്, തണുത്ത കാറ്റ് വരുന്നുണ്ട്. ആഹാ, വെയിലുണ്ടെന്ന് പറഞ്ഞാൽ ഫീൽ ആവുന്നില്ല. നമ്മൾ റിസോർട്ടിനോട് എത്തിയിരിക്കുകയാണ്. വ്യൂ ഡ്രോപ്സ് വന്നിരിക്കുകയാണ്. അതെ, ഈ ഏരിയയിലോട്ടെല്ലാം കാണുന്ന പൂവുണ്ടോ? ആ വയലറ്റ് കളറിലുള്ള പൂവല്ലേ? നല്ല തണുത്ത കാലാവസ്ഥ കേട്ടോ. ചൂടിന്റെ ഇതൊക്കെ മാറി. ആ, ഡ്യൂ ഡ്രോപ്സിന്റെ വലിയൊരു പ്രോഡക്റ്റ് അല്ലേ? റിസപ്ഷൻ പോരെ. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. റിസപ്ഷനിൽ പോയി എല്ലാം ഫോമെല്ലാം ഫില്ല് ചെയ്തു. കയറി വരുന്ന വഴിക്ക് തന്നെ ഇതുകൊണ്ട് പ്രാവിൻ്റെ കൂട് കാണാം. പ്രാവിടെ കാണാം, വെള്ള പ്രാവ്. ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇതിനെല്ലാം കാലിയ. അങ്ങനെ അകത്തോടെ കയറി നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോവുകയാണ്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അല്ലേ? ഇതൊരു മഞ്ചാടിക്കുരുവാണിത്. എന്താ കറി ഇത്? ഒരു ഐഡിയ ഇല്ല. കൊള്ളാം, ഫുള്ള്. ആ, എനിക്ക് റൂമിൽ പോയിട്ട് പോവാം. ഇതാണ് നമ്മുടെ റൂം, 104. ലൈറ്റിട്ട് കൊള്ളാം കേട്ടോ, അത്യാവശ്യം സ്പേഷ്യസ് ഒക്കെയാണ്. ബെഡ്റൂം ഇത് കൊള്ളാം. ബെഡ്, കബോർഡ്, ഒരു കണ്ണാടിയുണ്ട്. ജനലൊക്കെ തുറന്നിടാം. ഫുള്ള് തടി കൊണ്ടുള്ള പരിപാടി കേട്ടോ. ഫുള്ള് ഉണ്ടോ, ചൂട് കുറവുണ്ട്. TV ഉണ്ട്, കെറ്റിലുണ്ട്, ചായ കുടിക്കാൻ വെള്ളം, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് പുറത്തോട്ട് കാണാൻ പറ്റും. പിന്നെ ഇത് വാഷ്റൂം, നല്ല സ്പേഷ്യസ് ആയ വാഷ്റൂമാണ്. ഇഷ്ടം പോലെ ഇടയുണ്ട് കേട്ടോ. ടോയ്ലറ്റ് നല്ല ക്ലീനാണ്, നല്ല ക്ലീനാണ് എല്ലാം. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, സൂപ്പറാട്ടോ, റൂമൊക്കെ കൊള്ളാം. ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച്. ഗോബി മഞ്ചൂരിയൻ ഡ്രൈ, ചിക്കൻ വെജ്, ഇത് ചിക്കൻ നൂഡിൽസ്, ഇത് വെജ് നൂഡിൽസ്, ലൈം ജ്യൂസ്. ഇത് കഴിച്ചിട്ട് ഞങ്ങൾ അഭിപ്രായം പറയാവേ, നല്ലതാണോ അല്ലേ എന്നുള്ളത്. ഫുഡ് നല്ല ഫുഡ് ആവട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡിന്.
ഗോബി മഞ്ചൂരിയൻ ട്രൈ ഒക്കെ നല്ല ടേസ്റ്റാണ്. നൂഡിൽസും നല്ല ടേസ്റ്റാണ്. കുറച്ച് ഉപ്പ് കുറവാണ്. ഇച്ചിരി ഉപ്പ് കുറവുണ്ട്, പക്ഷെ എന്നാലും റൈസിനല്ല നൂഡിൽസിന് നല്ലതാണ്. നല്ല ഫുഡാണ്. അടിപൊളി. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. സുഖമായിട്ട് മീൻസ് രണ്ടുമൊക്കെ കഴിക്കാനുള്ളതുണ്ട്. ഇവിടെ നല്ല അടിപൊളി മഴ കേട്ടോ. ഇപ്പം നല്ല രസമുണ്ട്. ആഹാ, കൊള്ളാം കൊള്ളാം, അടിപൊളി. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു കാലാവസ്ഥയായി. നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് റിസോർട്ടിൻ്റെ ഔട്ട് സൈഡ്. ഇവിടെ 3 അപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. നല്ല തണുത്ത കാലാവസ്ഥ. ഒത്തിരി പക്ഷികളുടെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? നല്ല രസമുണ്ട് ഇവിടെയൊക്കെ. അങ്ങോട്ടൊക്കെ മഞ്ഞൊക്കെ ഉണ്ട്. ഇതിൻ്റെ പുറത്തൊരു ചെറിയ തടാകമൊക്കെ ഉണ്ട്. അവിടെ കുറേ പേര് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നല്ല തണുപ്പായി കേട്ടോ. ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. ഇപ്പം തണുപ്പായി, മഞ്ഞുണ്ട്. ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട് കാണാൻ. കൊള്ളാം. നിങ്ങൾക്കെല്ലാം കാണാമോ? അവിടെ ഒരു മലയണ്ണാൻ ഇരിപ്പുണ്ട് ആ ഇലകൾക്കിടയിലൂടെ. പുള്ളിയും കയറിപ്പോയി, ഇപ്പോൾ കാണത്തില്ല. പോയി. പുള്ളി അവിടെ ഉണ്ടതുകൊണ്ടോ മരങ്ങളുടെ ചില്ലുകൾ ഇളകുന്നുണ്ട്. എൻ്റെ വാല് കണ്ടോ? വാല് ഇഷ്ടം പോലെ പക്ഷികളുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. അതുങ്ങളുടെ സൗണ്ടാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഈ മരത്തിൻ്റെ ഇടയ്ക്കൂടെ അത് പറന്നു പോകുന്നു ഞാൻ കണ്ടു. അങ്ങനെ ഡിന്നർ കഴിക്കാൻ സമയമായി. ഞങ്ങൾ പൊറോട്ട, ചപ്പാത്തി, പിന്നെ പനീർ ബട്ടർ മസാല, പിന്നെ ഗോബി മഞ്ചൂരിയൻ ട്രൈ. ഇത് ഞങ്ങൾ ഉച്ചയ്ക്ക് മേടിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് വീണ്ടും ഒന്നും കൂടെ ഓർഡർ ചെയ്തു. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ രാവിലെ 7 മണിക്ക് ട്രക്കിങ്ങിന് പോകാൻ ഓർത്തിരുന്നതാണ്. പക്ഷെ ഉറങ്ങിപ്പോയി. അത് നടന്നില്ല. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്തൊക്കെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. അവിടെ ചെന്നിട്ട് കാണിക്കാവേ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയുണ്ടെന്നേ. ഇതാ അവിടെയാണ് റെസ്റ്റോറൻ്റ് ഉള്ളത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഫുള്ളായിട്ട് മരങ്ങൾക്കിടയിലാണ് എല്ലാ സംഭവങ്ങളും. പൂക്കളൊക്കെ നോക്കിയേ. ബ്രേക്ക്ഫാസ്റ്റിന് കടല, പുട്ട്, ചായ, പിന്നെ ഇവിടെ ബ്രെഡ്, പിന്നെ എന്നാ പൂരി, കടലൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു.